ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല വീർത്തുരുണ്ട പഴംപൊരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പഴംപൊരി കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പഴംപൊരിക്ക് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം കലക്കിയെടുക്കണം. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ കലക്കിയെടുക്കേണ്ടത്, എന്നാലേ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരുള്ളൂ. ഇതുപോലെ നല്ലോണം കലക്കിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പഴം കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല പഴുത്ത 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത്. 2 വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഒരെണ്ണം 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മാവിന് ഈ 2 നേന്ത്രപ്പഴം കറക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ചെറിയ പഴമാണെങ്കിൽ ഒരു 3 നേന്ത്രപ്പഴം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ നല്ലോണം ചൂടാക്കാം. അരമണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പഴം ഓരോ പീസും എടുത്തിട്ട് നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നല്ലോണം പൊന്തി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരി പോലെയല്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മാക്സിമം ഒരു 20 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ നമുക്ക് ഇതുപോലെ നല്ലോണം വീർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഓരോ പ്രാവശ്യമെങ്കിലും ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.